മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു? റ, ത അല്ലേ? ഒരുമിച്ച് പറഞ്ഞേ. റ, ത. റ വെച്ചിട്ട് ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? ഏതൊക്കെയാണ്? തറ, പറ, റവ പഠിച്ചില്ലേ? ത വെച്ചിട്ടോ? തല, പിന്നെ ഏതാ? തറ, തടി. ഇതിലൊക്കെ ഏത് അക്ഷരമുണ്ട്? ത എന്നുള്ള അക്ഷരമുണ്ട്. അക്ഷരങ്ങളും പദങ്ങളും നിങ്ങൾ പഠിച്ചു. ഇന്ന് മേം പഠിപ്പിക്കാൻ പോകുന്നത് ഭ, വ. കാണുമ്പോൾ ഏകദേശമൊക്കെ തോന്നും, നമ്മൾ എഴുതുമ്പോൾ തെറ്റിക്കാവുന്ന രണ്ട് അക്ഷരങ്ങളാണ് പായും വായും. പ എന്ന് എഴുതുമ്പോൾ ചെറിയ റാ ഇട്ടിട്ട് വേണം തുടങ്ങാൻ. അതേസമയം വാ എന്നാണെങ്കിലോ വലിയ റായ രണ്ട് ലൈനിലും മുട്ടുന്ന, നമ്മൾ രണ്ടുവരയിലാണ് എഴുതി പഠിക്കുന്നത്, രണ്ടുവരയിലും മുട്ടുന്ന രീതിയിൽ വലിയ റായ ഇട്ടിട്ടാണ് ഏതക്ഷരം എഴുതുക? വാ എന്നുള്ള അക്ഷരം എഴുതാം. പ എന്നുള്ള അക്ഷരത്തിൽ വരുന്ന പദങ്ങളൊന്ന് പറയാമോ? ഏതാണ്? പന, പിന്നെയോ പദ, പിന്നെയോ പിന്നെ ഏതാണ്? പന, പദ, പറ. ഇല്ലേ? റ പഠിച്ചപ്പോൾ പഠിച്ചില്ലേ? അപ്പോൾ പറയുടെ ചിത്രം കണ്ടാൽ നമുക്ക് പറ എന്ന് എഴുതാൻ കിട്ടണം. പനയുടെ പിക്ചറാണെങ്കിലോ പന എന്ന് എഴുതാൻ അറിയണം. നമ്മൾ രണ്ട് അക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ. പ വെച്ചിട്ട് ഏതൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ? പറ, പന, പദ പഠിച്ചുല്ലോ. ഇനി വാ വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ഏതാ? വലിയ റാലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, വലിയ റായിട്ട് ചെറിയ വര വരച്ച് മുകളിലോട്ട് എഴുതുമ്പോഴാണ് വാ എന്നുള്ള അക്ഷരം. വാ വെച്ചിട്ട് വാക്ക് പറയാമോ? വല. എന്താ വല? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്, വല. അപ്പോൾ വാ വെച്ചിട്ട് ആദ്യം പഠിച്ചത് വല. പിന്നെയോ നിങ്ങൾ ബുക്കിലൊക്കെ വെറുതെ ഇങ്ങനെ കോറിയിടില്ലേ, അതിന് നമ്മൾ എന്താ പറയുക? വര. ഇപ്പം രണ്ടക്ഷരം പഠിച്ചു. ഏതാ? വല, വര. ഇനി പായും വായും റായും കൂടി ചേർത്തുള്ള ഒരു പദം പറയാമോ? ഏതാണ്? പറവ. പ, റ, വ. അപ്പൊ മൂന്ന് അക്ഷരങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ പദം ഉണ്ടാക്കി. ഏതാണ്? പ, റ, വ. പറവ. എന്താണ് ഈ പറവ? പക്ഷിക്ക് പറയുന്ന മറ്റൊരു പേരാണ് പറവ. ഒറ്റത്തടിയായിട്ട് വളരുന്ന വൃക്ഷം ചോദിച്ച നമ്മൾ ഏതാ എഴുതുക? പന. നെല്ലളക്കാനുള്ള ഉപകരണം ഏതാ? പറ. അപ്പൊ മൂന്ന് ചോദ്യം ഞാൻ പറഞ്ഞു തന്നു. ഏതാണ്? പക്ഷിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? പറവ. പിന്നെ നെല്ലളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാ? പറ. ഒറ്റത്തടിയായിട്ട് വളരുന്ന വൃക്ഷം ഏതാ? ഏതാണ്? പന. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് പറയുന്ന പേരെന്താണ്? എന്താണ്? വല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം പ എന്ന അക്ഷരമാണ്. എങ്ങനെയാണ് പ എന്ന് എഴുതുന്നത് നോക്കാം. ഇതുപോലെ ചെറിയ റായി ഇട്ടിട്ട് നീട്ടി മുകളിലോട്ട് എടുക്കുന്ന അക്ഷരമാണ് പ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ ഏതെന്ന് പഠിച്ചത്? വ. വ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വലിയ റാ ഇതുപോലെ ഇടണം, കുഞ്ഞ വര മുകളിലോട്ട് കൊടുക്കണം. ഇതാണ് ഈ അക്ഷരം പറയുന്നത് എന്താണ്? വ. ഇപ്പം രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു, പ, വ. പ വെച്ചിട്ടുള്ള പദങ്ങൾ നമുക്ക് പഠിച്ചാലോ? പ വെച്ചിട്ട് പഠിക്കുന്ന പദം പ എന്ന് ആദ്യം എഴുതുക. പിന്നെ നമ്മൾ ഏതാ പഠിക്കുക? ത, പത. എന്താ വായിക്കുക? പ, ത, പത. അടുത്ത പദം പ, ന. എന്താ ചേർത്ത് വായിക്കുക? പന. വ വെച്ചിട്ടുള്ള പദങ്ങൾ പഠിക്കാമല്ലോ. വ നമ്മൾ എഴുതി. വ വെച്ചിട്ടുള്ള പദം ഏതാ ഞാൻ പറഞ്ഞു തന്നത്? വ, ര, വര. വ, ല, വല. അപ്പോൾ വ വെച്ച് രണ്ട് അക്ഷരം പഠിച്ചു. ഏതൊക്കെയാണ്? വര, വല. പ വെച്ചിട്ട് പഠിച്ചതോ? പദ, പന. അപ്പോൾ പായും പഠിച്ചു, വായും പഠിച്ചു. പായും വായും വെച്ചുള്ള അക്ഷരങ്ങളും പദങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ എന്ന് എഴുതാനും വാ എന്ന് എഴുതാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മാം തരുന്ന നോട്ട്സ് രണ്ടു വരയിലും മുട്ടിച്ച് വൃത്തിയായി ഭംഗിയായിട്ട് എഴുതണം. നോട്ട്സ് എഴുതണം, യൂട്യൂബ് വീഡിയോ കാണാം. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.